സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പന്മന ചിറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മുൻ MLA ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ബസ് വാങ്ങിയത്. പന്മന ചിറ്റൂർ ഗവൺമെന്റ് UPSലാണ് സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മുൻ MLA ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ആണ് നടത്തിയത്. മുൻ MLA ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പെട്ടെന്ന് കണ്ടുപിടിച്ച് ബസ് ഇറക്കണമെങ്കിൽ നമ്പർ പ്ലേറ്റ് വേണ്ടത് അവിടെ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നമ്പർ പ്ലേറ്റ് വേണം, രജിസ്റ്റർ ചെയ്യണം. കുട്ടികളുടെ ശ്രദ്ധ അത്രത്തോളം ഉണ്ട്. ബസ്സിൽ നിന്ന് സൂചിപ്പിക്കുകയായിരുന്നു, ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബസ് 2024 നമ്മൾ ഫണ്ട് അനുവദിച്ചത്. അന്നത്തെ PTSMCയുടെ വലിയ ടീച്ചറിൻ്റെയൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈ റോഡ് വരുമ്പോഴത്തേക്കും ഈ സ്കൂള് ഇപ്പുറത്തായി കുട്ടികൾ കൂടുതലും വരേണ്ട റോഡിന് കിഴക്ക് വശത്തായ ആണ്. അപ്പോൾ അതിന് ബസ് സൗകര്യം കൊടുത്തില്ലെങ്കിൽ അന്ന് അണ്ടർപാസിന്റെ കാര്യത്തിലൊന്നും വ്യക്തതയില്ലാത്തതിനാൽ ഒരുപാട് കുട്ടികൾ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാലാണ് അന്നൊരു ബസ് ആവശ്യപ്പെട്ടത്. അവർ നിരവധി തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി തവണ DDO ഓഫീസിലും കളക്ടറേറ്റുമായിട്ട് കയറി ഇറങ്ങി നടന്നിട്ട് ഓരോ വിഷയത്തിലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുകയും ഫണ്ട് കൂടുതൽ അനുവദിക്കണമെന്ന് പറയുകയും അങ്ങനെ ഫണ്ട് കൂടുതലായിട്ട് യഥാർത്ഥ ടെൻഡറിൽ നിന്നും യഥാർത്ഥ വിലയായിട്ടുള്ള 18 ലക്ഷത്തിൽ നിന്നും ഒരു 4 ലക്ഷം രൂപ കൂടെ പിന്നീട് അനുവദിക്കുകയുണ്ടായി. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, വാർഡംഗം താജു പോരൂക്കര, സുജ, മോഹനകുമാർ, രമ്യ, HM അനീസ് മുഹമ്മദ്, SMC ചെയർമാൻ ഷമീർ കിണർവിളയിൽ, വൈസ് ചെയർമാൻ ഷാജഹാൻ, MPTA പ്രസിഡന്റ് ഗീതു പ്രസാദ്, സാജിദ ഷാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.